2007 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ദി മിസ്റ്റ്. ചില ശാസ്ത്രജ്ഞര് അബദ്ധത്തിൽ മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതും ആ വാതിൽ വഴി അവിടുന്ന് കുറെ ഭീകരജീവികൾ നമ്മുടെ ലോകത്തിൽ വരുന്നതും ആ ഭീകരജീവികളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു ദിവസം രാത്രി കഥയിലെ പ്രധാന കഥാപാത്രമായ ഡേവിഡ് ചിത്രം വരയ്ക്കുന്ന രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. വരയ്ക്കുന്നതിനിടയിൽ പുറത്ത് നല്ല ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട്. ജനാല വഴി നോക്കിയപ്പോൾ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുമുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി അവനും കുടുംബവും അന്ന് ബേസ്മെന്റിലാണ് കിടന്നത്. അതെന്തായാലും ഭാഗ്യത്തിനായി. കാരണം അന്ന് രാത്രി വലിയ ഒരു മരം വന്ന് വീടിന്റെ മണ്ടയിലൂടെ വീണു. അടുത്ത ദിവസം രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നദിക്കരികിലുണ്ടായിരുന്ന അവരുടെ ബോട്ട് ഹൗസും ഒരു മരം വീണ് തകർന്നു കിടക്കുന്നത് കണ്ടു. അങ്ങനെ തകർന്നതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അവനും അവന്റെ മകൻ ബില്ലിയും കൂടെ രാവിലെ തന്നെ സമീപമുള്ള ടൗണിൽ പോകാൻ തീരുമാനിച്ചു. പോകാൻ വേണ്ടി റെഡിയായതും അയൽവാസി നോർട്ടൺ വന്നിട്ട് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. സംഭവം അയാളുടെ കാറിന്റെ മണ്ടക്കൂടെയും ഒരു മരം വീണിട്ടുണ്ട്. അങ്ങനെ ഡേവിഡും ബില്ലിയും നോർട്ടനും കൂടെ ടൗണിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കുറെ മിലിറ്ററി ട്രക്സ് ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടതും ഇവിടെ തൊട്ടടുത്തൊരു മലയിൽ ഇവരുടെ ക്യാമ്പ് ഉണ്ടെന്ന് കേട്ടു. ഇവരിപ്പോ അവിടെ ആരോ ഹെഡ് എന്ന പേരിൽ എന്തോ ഒരു സീക്രട്ട് ആയിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അതെന്താണെന്ന് വല്ല പിടുത്തമുണ്ടോ എന്ന് നോർട്ടൺ ഡേവിഡിന്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ശരിക്കും എന്താണെന്നറിയില്ല, മേ ബി പുതിയ മിസൈലോ ബോംബോ എയർക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും അവിടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഡേവിഡ് പറഞ്ഞു. ശേഷം അവർ ടൗണിലെത്തി ഒരു സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാൻ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. സംഭവം ഇന്നലത്തെ കാറ്റില് ഒരുപാട് പേരുടെ വീടുകളും വസ്തുക്കളും ഒക്കെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോറിൽ എത്ര തിരക്ക്. സ്റ്റോറിലെ എംപ്ലോയീസ് ആയ ഓലിയും സാലിയും ഡേവിഡിന്റെ ഫ്രണ്ട്സ് ആണ്. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ 3 പട്ടാളക്കാർ വന്നു. അതിലൊരാളാണ് ജെസപ്പ്. ഇവര് ക്യാമ്പിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയതാണ്. അങ്ങനെ എല്ലാവരും ധൃതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ടൗണില് സൈറൻ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. എന്തെങ്കിലും മാരകമായ ഡിസാസ്റ്റർ വരുന്ന സമയത്തിലാണ് സാധാരണ ഇങ്ങനെ സൈറൻ മുഴങ്ങുന്നേ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഭയന്നു. കുറച്ചു കഴിഞ്ഞതും അവിടെ വിചിത്രമായ ഒരു മൂടൽ മഞ്ഞ് വന്നു. ചിലരൊക്കെ വണ്ടിയും എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി വേഗം സ്റ്റോറിൽ നിന്നിറങ്ങി. പക്ഷെ പുറത്തിറങ്ങിയവരെല്ലാം അലറി വിളിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അപ്പോൾ മൂടൽ മഞ്ഞിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് പേടിച്ചിട്ട് സ്റ്റോറിലുള്ളവര് പെട്ടെന്നങ്ങ് വാതിലടച്ചു. ഇവിടെ അടുത്തൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും കെമിക്കൽ എക്സ്പ്ലോഷൻ സംഭവിച്ചു കാണും. അതിന്റെ വിഷപ്പുകയായിരിക്കും ഈ കാണുന്ന മൂടൽ മഞ്ഞെന്ന് ഒരാൾ പറഞ്ഞു. മൂടൽ മഞ്ഞിന് പിന്നാലെ അവിടെ ഒരു ഭൂമി കുലുക്കവും സംഭവിച്ചു. അപ്പോൾ തീർച്ചയായും ഇത് ഫാക്ടറിയിൽ സംഭവിച്ച എക്സ്പ്ലോഷൻ ആയിരിക്കുമെന്ന് എല്ലാവരും കരുതി. എന്തു തന്നെയാണെങ്കിലും ആരും തൽക്കാലം പുറത്തു പോണ്ട, ഈ പുക മൊത്തം ഒന്ന് മാറുന്നവരെ നമുക്കെല്ലാം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് സ്റ്റോറിലെ മാനേജർ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയായിട്ട് ചെന്നിരുന്നു. അതിനിടയിൽ ഡേവിഡ് വയസ്സായ 2 പേരെയും പിന്നെ അമേന്റെയും പരിചയപ്പെട്ടു. അവർ 3 പേരും ഈ ടൗണിലെ സ്കൂൾ ടീച്ചേഴ്സാണ്. അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഓലി വന്നപ്പോ ബില്ലിക്ക് തണുക്കുന്നുണ്ട്, ഒരു ബ്ലാങ്കറ്റ് കിട്ടുമോ എന്ന് ഡേവിഡ് ചോദിച്ചു. പുറകിലെ ഗാരേജിൽ ബ്ലാങ്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞതും ഡേവിഡ് നേരെ ഗാരേജിലോട്ട് പോയി. അവിടെ ചെന്നപ്പോ ജനറേറ്റർ കേടായി കിടക്കുന്നു. അങ്ങനെ അത് ശരിയാക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഗാരേജിന്റെ ഷട്ടറില് പുറത്തു നിന്നും ആരോ തള്ളുന്നത് പോലെ ശബ്ദം കേട്ടു. അവൻ അത് ചെന്ന് ഓലിയുടെ അടുത്ത് പറഞ്ഞു. ഓലിക്ക് പുറമെ വേറെയും 5-6 പേര് അവിടെ ഉണ്ടായിരുന്നു. ഡേവിഡ് പറഞ്ഞത് അവർക്ക് ആർക്കും അത്ര വിശ്വാസമായിട്ടില്ല. അവൻ വേറെ എന്തോ ശബ്ദം കേട്ട് പേടിച്ചതാണെന്നാണ് എല്ലാവരും കരുതിയേ. അങ്ങനെ അവര് ഡേവിഡിനെ കുറെ കളിയാക്കുകയും ചെയ്തു. എന്നാ പിന്നെ നിങ്ങളും കൂടെ വന്ന് നോക്ക്, അപ്പോൾ വിശ്വാസമാകുമല്ലോ എന്നും പറഞ്ഞ് ഡേവിഡ് അവരെയും ഗാരേജിൽ കൊണ്ടുപോയി. പക്ഷെ അവര് വന്നപ്പോ അവിടെ ഒരു ശബ്ദവും കേൾക്കാൻ കഴിയുന്നില്ല. ഷട്ടർ അനങ്ങുന്നത് പോലുമില്ല. അപ്പോൾ ഡേവിഡ് നേരത്തെ വേറെ എന്തോ കണ്ട് പേടിച്ചു തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. അതുകൊണ്ട് ഓലി ഒഴികെ ബാക്കി എല്ലാവരും വീണ്ടും അവനെ കളിയാക്കി. അവരുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാനൊന്ന് ഷട്ടർ പൊക്കി നോക്കാമെന്ന് ആ പയ്യൻ പറഞ്ഞു. അത് വേണ്ടെന്ന് ഡേവിഡ് പലതവണ പറഞ്ഞതാണ്. ഓലിയും അത് വേണ്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നീ പോയി തുറന്നു നോക്കടാ എന്നും പറഞ്ഞ് ആ പയ്യനെ പ്രോത്സാഹിപ്പിച്ച് വിട്ടു. അങ്ങനെ അവൻ ചെന്ന് ഷട്ടർ തുറന്നു. എന്നാൽ പുറത്ത് മഞ്ഞല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഈ മഞ്ഞ് കണ്ടിട്ടായിരിക്കും ഇവൻ പേടിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും അവര് ഡേവിഡിനെ കളിയാക്കി. പക്ഷെ അപ്പോഴാണ് ഒരു ടെന്റക്കിൾ അകത്ത് കയറി വന്നത്. അത് ആ പയ്യനെ വന്ന് പിടിച്ചു. അതിന് മൂർച്ചയുള്ള ഒരുപാട് പല്ലുകളൊക്കെ ഉണ്ട്. അതൊന്ന് തൊട്ടപ്പോ തന്നെ പയ്യന്റെ ദേഹമൊക്കെ മുറിവുകൾ പറ്റി. ഡേവിഡ് വേഗം ചെന്ന് അവനെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അവൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവസാനം ആ ടെന്റക്കിൾ അവനെ കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും കുറെ ടെന്റക്കിൾസ് അകത്ത് കയറി വന്നതും ഡേവിഡ് ഒരു കോടാലി എടുത്ത് ടെന്റക്കിളിനെ വെട്ടി മുറിച്ചു. അപ്പോഴാണ് ടെന്റക്കിൾസ് ഒക്കെ പുറത്തു പോയത്. എല്ലാം പുറത്തു കിടന്ന ഉടനെ അവര് ഷട്ടർ അടയ്ക്കുകയും ചെയ്തു. എടാ പൊട്ടന്മാരെ, ഷട്ടർ തുറക്കലെന്ന് നിന്റെ അടുത്തൊക്കെ ഞാൻ പലതവണ പറഞ്ഞല്ലേ. ഇപ്പൊ ആ ചെക്കനെ കൊലക്കി കൊടുത്തപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ കളിയാക്കിയ ഒരുത്തിനെ ഇടിച്ച് പഞ്ചറാക്കുകയും ചെയ്തു. ഓലി വന്ന് പിടിച്ച് മാറ്റിയപ്പോഴാണ് അവൻ അടങ്ങിയത്. ഇത് വേഗം ചെന്ന് സ്റ്റോറിലുള്ളവരോട് പറഞ്ഞ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് ഓലി പറഞ്ഞു. പക്ഷെ ഈ സംഭവം ചെന്ന് പറഞ്ഞപ്പോ ആരും തന്നെ ഇവരെ വിശ്വസിച്ചില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ടെന്റക്കിൾസ് ഒക്കെയുള്ള എന്തോ ഒരു ജീവി പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തീർച്ചയായും പ്രയാസമാണ്.
ഡേവിഡും കൂട്ടരും ചേർന്ന് എല്ലാവരെയും പ്രാങ്ക് ചെയ്യുന്നുവെന്നാണ് സ്റ്റോറിലുള്ളവർ വിചാരിച്ചത്. ഇതൊക്കെ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് മാനേജർ ചോദിച്ചു. ഓലി അയാളെ കൊണ്ടുപോയി നേരത്തെ വെട്ടിയിട്ട ടെന്റക്കിൾ അങ്ങ് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോഴാണ് അയാൾക്ക് വിശ്വാസമായത്. അയാൾ വന്ന് പരിശോധിച്ചതിന് തൊട്ട് പിന്നാലെ ആ ടെന്റക്കിള് മൊത്തത്തിൽ ഉരുകി പോവുകയും ചെയ്തു. തിരിച്ചു വന്നിട്ട് പുറത്തെന്തോ ജീവിയുണ്ട്, എല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് മാനേജർ സ്റ്റോറിലെ ബാക്കിയുള്ളവരോട് പറഞ്ഞു. അപ്പോഴാണ് ബാക്കി എല്ലാവർക്കും വിശ്വാസമായത്. പക്ഷേ നോർട്ടനും അയാളുടെ കുറച്ച് ഫ്രണ്ട്സിനും ഇപ്പോഴും ഇതത്ര വിശ്വാസമായിട്ടില്ല. ഇപ്പോൾ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് മാനേജർ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ഇനി വേറെ ആർക്കും പരിശോധിക്കാനും കഴിയില്ല. എന്തായാലും എല്ലാവരും ഭയത്തോടെ അവിടെ വിശ്രമിച്ചു. അതിനിടയിൽ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പ്രാന്തി അവളുടെ മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതിന്റെ ശിക്ഷയാണിത്. ഇപ്പോ ദൈവത്തിന് ദേഷ്യം വന്നിരിക്കുകയാണ്. ഇതിന് പകരം നമ്മൾ ബലി കൊടുത്താൽ ദൈവം നമ്മളോട് ക്ഷമിക്കും എന്നൊക്കെയാണ് ഈ പ്രാന്തി പറയുന്നത്. ഭാഗ്യത്തിന് സ്റ്റോറിലുള്ള ഭൂരിപക്ഷം പേരും അവൾ പറയുന്ന പ്രാന്ത് കാര്യമായിട്ട് പരിഗണിച്ചില്ല. ബലി കൊടുക്കണമെന്നൊക്കെ കേട്ടപ്പോ അമാൻഡ വന്നിട്ട് അവളുടെ ചെവിക്കല്ല് പുളക്കി ഒരു അടി കൊടുത്തു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലല്ലോ. എന്നാ ശരി, ഇന്ന് രാത്രി ദൈവം അയക്കുന്ന പിശാചുകൾ ഇവിടെ വീണ്ടും വരും, എന്നിട്ട് ആരുടെയെങ്കിലും ജീവൻ എടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇന്ന് രാത്രിയോടെ നിങ്ങൾ എല്ലാവരും തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചെന്ന് ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശേഷം കുറെ നേരം കഴിഞ്ഞപ്പോൾ നോർട്ടനും അവന്റെ ഫ്രണ്ട്സും സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. പുറത്ത് ജീവികളൊന്നും ഇല്ല എന്നാണ് അവര് കരുതുന്നത്. എന്തായാലും അവര് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ഡേവിഡ് ഒരു നീളമുള്ള കയറെടുത്ത് അതിന്റെ ഒരറ്റം നോർട്ടന്റെ കൊടുത്തു. ഈ കയറിന് 300 മീറ്റർ നീളമുണ്ട്. അതും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 300 മീറ്റർ ദൂരം എത്തുന്നത് വരെയെങ്കിലും ഇവർക്ക് പുറത്ത് അതിജീവിക്കാൻ കഴിഞ്ഞുവെന്ന് ഉറപ്പിക്കാനാകും. അതിനു വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. അങ്ങനെ നോർട്ടൻ ഉൾപ്പെടെ ഒരു 5-6 പേര് പുറത്തുപോയി. പക്ഷെ ഏതാണ്ട് ഒരു 200 മീറ്റർ പോയതും പെട്ടെന്ന് കയറിനെ ആരോ പുറത്തോട്ട് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഡേവിഡും കൂട്ടരും കയറിനെ തിരിച്ചു പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവസാനം അതിനെ തിരിച്ചു വലിച്ചെടുത്തതും നോക്കിയപ്പോ കയറ് കെട്ടിയിരുന്നവന്റെ പാതി ശരീരം മാത്രം വരുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ച് വിരണ്ടു. അപ്പോൾ പുറത്തെന്തോ മാരകമായ ജീവികൾ ഉണ്ടെന്ന കാര്യം എല്ലാവർക്കും ഉറപ്പായി. ശേഷം അമാൻഡയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. പക്ഷെ അവൾക്കത് ഉപയോഗിക്കാൻ അറിയില്ല. എന്നാൽ വോലി പണ്ടത്തെ ഒരു ഷൂട്ടിംഗ് ചാമ്പ്യനാണ്. അതുകൊണ്ട് ജീവികളെങ്ങാനും അകത്ത് കയറി വന്നാൽ ഒരു മുൻകരുതലായിട്ട് അവൾ ആ തോക്ക് വോലിക്ക് കൊടുത്തു. അന്ന് രാത്രി ആയപ്പോൾ അവിടെ എന്തോ വിചിത്രമായ വലിയ പ്രാണികൾ വരാൻ തുടങ്ങി. സ്റ്റോറിന്റെ മുൻവശം മുഴുവൻ കണ്ണാടി ആയതുകൊണ്ട് അവർക്കത് വ്യക്തമായിട്ട് കാണാം. അസാധാരണമായ വലിപ്പമുള്ള പ്രാണികളാണവ. പ്രാണികൾക്ക് പുറമെ വവ്വാലി പോലത്തെ എന്തോ ഒരു വിചിത്ര ജീവികളും വരുന്നുണ്ട്. അവയ്ക്കും അസാധാരണ വലിപ്പമാണ്. അധികം വൈകാതെ അവിടെ വീണ്ടും കൂടുതൽ പ്രാണികൾ വന്നുകൊണ്ടേയിരുന്നു. സംഭവം ഇപ്പോൾ ഈ ടൗണില് ആകെ ഈ സ്റ്റോറിൽ മാത്രമേ പ്രകാശമുള്ളൂ. ആ പ്രകാശം കണ്ട് ആകർഷിച്ചാണ് ഈ പ്രാണികളൊക്കെ വരുന്നത്. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു വവ്വാല് വേഗം വന്ന് മുന്നിലെ ഗ്ലാസ്സിൽ ഇടിച്ചത്. അങ്ങനെ ഗ്ലാസ് തകർന്നതും പ്രാണികളും വവ്വാലുകളും എല്ലാം സ്റ്റോറിനകത്ത് കയറി വന്ന് എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. അതിലൊരു പ്രാണി സാലിയുടെ കഴുത്തിൽ കൊത്തി. പിന്നെ കുറച്ചു നേരം കൊണ്ട് തന്നെ അവളുടെ കഴുത്ത് വീർത്ത് കയറി. ഒടുവിൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയ രീതിയിൽ അവള് മരിച്ചുപോയി. ചിലർ ആ പ്രാണികളെ തീ വെച്ച് കൊല്ലാൻ തുടങ്ങി. എന്നാൽ അതിനിടയിൽ ഒരുത്തന്റെ ദേഹത്ത് തീ പിടിച്ചു. അവൻ മരിക്കുന്നതിന് മുന്നേ ബാക്കിയുള്ളവരവനെ വന്ന് രക്ഷിച്ചു. അവസാനം ഒരു വവ്വാല് മാത്രം ബാക്കിയുണ്ടായിരുന്നു. അത് ബില്ലിയെ പിടിക്കാൻ വരുന്നത് കണ്ട് ഓലി ഓടി വന്ന് അതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ കുറെ നേരത്തെ കോലാഹലങ്ങൾക്ക് ശേഷം എല്ലാം ഒന്ന് ശാന്തമായി. ഇപ്പോ മറ്റേ പ്രാന്തി പറഞ്ഞതുപോലെ രാത്രി കുറെ മോൺസ്റ്റേഴ്സ് വന്ന് ചിലരെ കൊന്നതുകൊണ്ട് കുറെ പേര് പ്രാന്തിയെ വിശ്വസിക്കാൻ തുടങ്ങി. നേരത്തെ തീ കൊണ്ടവന്റെ ദേഹത്ത് ഇപ്പോ ആകെപ്പാട് മാരകമായ പൊള്ളലുകളാണ്. എത്രയും വേഗം മരുന്നുകൾ കൊടുത്തില്ലെങ്കിൽ അവൻ ഇനി ഒരു ദിവസം പോലും ജീവിച്ചിരിക്കില്ല. എന്നെ ഇങ്ങനെ കിടത്തി നരകിക്കാൻ വിടാതെ ആ തോക്കെടുത്ത് തന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാനാണ് അവൻ പറയുന്നേ. ഈ സ്റ്റോറിന്റെ തൊട്ടടുത്ത് ഒരു ഫാർമസി ഉണ്ട്. 100 മീറ്റർ പോലും പോകണ്ട. അവിടെ ഈ പൊള്ളലേറ്റവൻ ആവശ്യമായ മരുന്നുകൾ ഉണ്ടായിരിക്കുമെന്ന് മാനേജർ പറഞ്ഞു. എന്തായാലും നേരത്തെ നടന്ന സംഭവം കാരണം 200 മീറ്റർ വരെയെങ്കിലും സേഫ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഫാർമസിയിൽ ചെന്ന് മരുന്നുകൾ എടുക്കാൻ ഡേവിഡും കൂട്ടരും തീരുമാനിച്ചു. അതുമാത്രമല്ല, നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാമെന്നാണ് ഡേവിഡ് പറയുന്നത്. കാരണം ഇപ്പൊ ഇവിടെയുള്ള പകുതിയോളം പേര് ആ പ്രാന്തിയുടെ വശത്തായി. അവളുടെ വാക്കും കേട്ട് ദൈവത്തിന് ബലി കൊടുക്കാനെന്നും പറഞ്ഞ് വേണമെങ്കിൽ അവരെല്ലാം കൂടെ നമ്മളെ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്നാണ് ഡേവിഡ് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മൂടൽ മഞ്ഞും രാക്ഷസ ജീവികളും എത്ര ദൂരം വരെ ഉണ്ടെന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ ടൗൺ മാത്രമായിരിക്കാം. ചിലപ്പോൾ ഈ രാജ്യം മുഴുവനും വ്യാപിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ലോകം മുഴുവൻ പടർന്നിട്ടുമുണ്ടാകാം. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ പുറത്ത് ഇവർക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഇവിടെ നിന്നാൽ ആ പ്രാന്തിയുടെ കൈ കൊണ്ട് ചാകേണ്ടി വരുമെന്നതും ഉറപ്പാണ്. പുറത്തു പോവുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചെറിയൊരു സാധ്യതയെങ്കിലുമുണ്ട്. അതുകൊണ്ട് പോകാമെന്ന് തന്നെ അവര് തീരുമാനിച്ചു. എന്നിരുന്നാലും രാത്രി പോകുന്നത് ഡേഞ്ചറാണ്. അതുകൊണ്ട് നാളെ രാവിലെ മരുന്നെടുത്തോണ്ട് വന്ന് കൊടുത്ത ശേഷം പോകാമെന്ന് ഇവർ 5-6 പേര് ചേർന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഡേവിഡും കൂട്ടരും ഫാർമസിയിൽ പോകാൻ വേണ്ടി നിന്നതും നിങ്ങൾ പുറത്തു പോകുന്നത് നമുക്കും കൂടെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് ആ പ്രാന്തി വന്ന് പ്രശ്നമുണ്ടാക്കി.
ഡേവിഡിന്റെ കൂടെയുള്ള ഒരു അമ്മൂമ്മ മിണ്ടാതിരിയടി കോപ്പ എന്നും പറഞ്ഞ് ഒരു ക്യാൻ എടുത്ത് അവളുടെ തലയിൽ എറിഞ്ഞു കൊടുത്തു. അവള് വീണ്ടും തെരുവ് പട്ടിയെ പോലെ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഭാഗ്യത്തിന് കൂടുതൽ പേരും ഡേവിഡിന്റെ സൈഡ് ആയതുകൊണ്ട് അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഡേവിഡും കൂട്ടരും പുറത്തുപോയി. ഫാർമസിയിൽ ആദ്യം ആരെയും കണ്ടില്ല. എന്നാൽ മരുന്നുകൾ എടുക്കുന്ന സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നേ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സീലിംഗിലും ചുമരുകളിലുമായിട്ട് വലയിൽ മൂടി വെച്ചിരിക്കുകയാണ്. അതിലൊരു മനുഷ്യൻ അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. അതൊരു മിലിറ്ററിക്കാരനാണ്. ഇതെല്ലാം നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മളാണ് ഈ ജീവികളെയൊക്കെ തുറന്നു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് അയാള് കരയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ മിലിറ്ററിക്ക് എന്തോ പങ്കുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അയാളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുന്നേ അയാൾ പൊട്ടിച്ചിതറി. അയാളുടെ ശരീരത്തിനുള്ളിൽ നിന്നും കുറെ ചിലന്തികൾ പുറത്തു വന്നു. ആ ശബ്ദം കേട്ട് അവിടെ കുറെ വലിയ ചിലന്തികളും വന്നു. ഈ ചിലന്തികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവയുടെ വലയിൽ ആസിഡ് ഉണ്ട്. അതിനു പുറമെ വലയിൽ ഘോരമായ വിഷവും അടങ്ങിയിട്ടുണ്ട്. ഒരുത്തന്റെ കാലിൽ ഒരു ചിലന്തി വല തുപ്പി. അങ്ങനെ അവൻ ഉടൻ തന്നെ മരിച്ചുപോയി. നിസ്സാര സമയം കൊണ്ട് തന്നെ ചിലന്തികളെല്ലാം കൂടെ അവനെ തിന്നുകയും ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചിലന്തികളുമായിട്ട് പൊരുതി ഒരു വിധത്തിൽ അവിടുന്ന് പുറത്തു കടന്നു. എന്നിട്ട് വേഗം സ്റ്റോറിലേക്ക് ഓടിക്കയറി. ഇപ്പൊ പ്രാന്തി കുരച്ച് വീണ്ടും കുറെ പേരെ കൂടെ അവളുടെ പക്കലാക്കിയിട്ടുണ്ട്. ഡേവിഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലര് പോലും ഇപ്പൊ പ്രാന്തിയുടെ പക്ഷത്തായിട്ടുണ്ട്. അതിനേക്കാൾ കഷ്ടം എന്താന്ന് വെച്ചാൽ ഡേവിഡും സംഘവും പുറത്തു പോയിരുന്ന സമയത്ത് നേരത്തെ പൊള്ളലേറ്റ് കിടന്നവനും മരിച്ചുപോയി. ബേസിക്കലി ഇപ്പൊ അവര് പുറത്തു പോയത് വേസ്റ്റ് ആയെന്നർത്ഥം. ശേഷം അന്ന് ഉച്ചയോടെ പ്രാന്തിയുടെ കുര കേട്ട് ഭൂരിപക്ഷം പേരും അവളുടെ പക്ഷത്തായി. അപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതുവരെ ഇവിടെ 3 പട്ടാളക്കാരുണ്ടായിരുന്നു. അതിലിപ്പോ ജെസപ്പിനെ മാത്രമേ കാണാനുള്ളൂ. ബാക്കി 2 പേരും എവിടെയാണെന്ന് അവൻ ചെന്ന് ജെസപ്പിനോട് ചോദിച്ചു. അവരെവിടെയാണെന്ന് അവനും അറിയില്ലായിരുന്നു. അങ്ങനെ ഡേവിഡും ജെസപ്പും മറ്റു ചിലരും ചേർന്ന് ബാക്കി 2 പട്ടാളക്കാരെയും തിരയാൻ തുടങ്ങി. കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ 2 പേരും ഒരിടത്ത് തൂങ്ങി നിൽക്കുന്നത് കണ്ടു. മിലിറ്ററിക്കാരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറ്റബോധത്തിൽ അവർ ആത്മഹത്യ ചെയ്തതാണെന്ന് ഡേവിഡിന് മനസ്സിലായി. നീയൊക്കെ കൂടെ എന്താടാ ചെയ്തേ? മര്യാദയ്ക്കുള്ള സത്യം അങ്ങ് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആ പ്രാന്തിയെ കണ്ടല്ലോ, അവളുടെ അടുത്ത് നീയാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ഞങ്ങളങ്ങ് പറയും. അപ്പൊ തന്നെ അവരെല്ലാം കൂടെ നിന്നെ അങ്ങ് തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് അവനെ ഭീഷണിപ്പെടുത്തി. പക്ഷെ ഇവരിതൊക്കെ പറയുന്നത് പ്രാന്തിയുടെ ഒരാൾ കേട്ടോണ്ട് വന്നു. അങ്ങനെ അയാള് ജെസപ്പിനെ പിടിച്ചോണ്ട് പ്രാന്തിയുടെ മുന്നിൽ കൊണ്ടുപോയി. എല്ലാവരും കൂടെ തന്നെ കൊല്ലുമെന്ന് തോന്നിയപ്പോ അവൻ സത്യങ്ങളെല്ലാം പറഞ്ഞു. സംഭവം മിലിറ്ററിക്കാര് മലമുകളിൽ വെച്ച് ആരോ ഹെഡ് എന്ന പേരിൽ സീക്രട്ട് ആയിട്ട് എന്തോ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അത് യഥാർത്ഥത്തിൽ മറ്റൊരു ഡയമെൻഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. കോണ്ടാക്ട് ചെയ്ത് ആ ഡയമെൻഷനിലെ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് മാത്രമായിരുന്നു മിലിറ്ററിയിലെ സയന്റിസ്റ്റുകളുടെ ലക്ഷ്യം. പക്ഷേ കോണ്ടാക്ട് ചെയ്യുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ ഡയമെൻഷനിലേക്ക് ഒരു വാതില് തുറക്കപ്പെട്ടു. അങ്ങനെ ആ വാതിലിലൂടെ അവിടെയുള്ള ജീവികളൊക്കെ നമ്മുടെ ലോകത്തിലേക്ക് കയറി വന്നു. അതാണ് നമ്മൾ ഇതുവരെ കണ്ട വിചിത്രമായ ജീവികൾ. അതായത് ബേസിക്കലി ഇവയെല്ലാം ഏലിയൻസ് ആണ്. ഇതെല്ലാം കേട്ടതും നിങ്ങൾ ചെയ്തത് ദൈവത്തിനെതിരായ പ്രവൃത്തികളാണ്, മിലിറ്ററിക്കാരാണ് ഇതിനൊക്കെ കാരണം, നിങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ജെസപ്പിനെ പ്രാന്തി കുറ്റക്കാരനാക്കി. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, എല്ലാം മിലിറ്ററിയിലെ സയന്റിസ്റ്റുകളാണ് ചെയ്തതെന്ന് ജെസപ്പ് പറഞ്ഞു. എന്നാൽ പ്രാന്തിക്ക് പ്രാന്തല്ലേ? അപ്പൊ അവക്ക് പ്രാന്തല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നീ മറ്റുള്ളവർക്ക് നേരെ കൈ ചൂണ്ടുന്ന ദുഷ്ടനാണ്. ദൈവത്തിന് മാത്രം അധികാരമുള്ള കാര്യങ്ങളാണ് നീയൊക്കെ കൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിന്നെ ശിക്ഷിച്ചേ മതിയാകൂ. നിന്നെ ശിക്ഷിക്കാനാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും അവനെ തന്നെ കുറ്റക്കാരനായിട്ട് വിധിച്ചു. ഇതൊക്കെ കേട്ടതും ചിന്താശേഷി നഷ്ടപ്പെട്ട അവളുടെ അടിമകളെല്ലാം കൂടെ ജെസപ്പിനെ വളഞ്ഞിട്ട് തല്ലാൻ തുടങ്ങി. ഒരുത്തൻ ആ പാവത്തിനെ കുത്തുകയും ചെയ്തു. ഡേവിഡും കൂട്ടരുമൊക്കെ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡേവിഡിന്റെ കൂടെ ആകെ 6-7 പേര് മാത്രമേയുള്ളൂ. അതുകൊണ്ട് അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഇവനെ പിടിച്ച് പുറത്തിടാൻ പ്രാന്തി കൽപ്പിച്ചു. അങ്ങനെ അടിമകളെല്ലാം കൂടെ ജെസപ്പിനെ പുറത്താക്കി വാതിലടച്ചു. ഞാനല്ല ഇതൊന്നും ചെയ്തത്, എന്നെ രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ കെഞ്ചുന്നതിനിടയിൽ ഒരു ടെന്റക്കിൾ വന്ന് അവനെ പിടിച്ചെടുത്തോണ്ട് പോയി. ഇത് കണ്ട് ഡേവിഡും സംഘവും ശരിക്കും വിഷമിച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മളെയും ഇതുപോലെ കൊന്നുകളയുമെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് അവര് വേറെ ആരും അറിയാതെ ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഡേവിഡിന്റെ വണ്ടി 200 മീറ്ററിനുള്ളിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സേഫ് ആയിട്ട് വണ്ടിയിലെത്താൻ കഴിയുമെന്ന് ഡേവിഡ് പറഞ്ഞു. അങ്ങനെ അവര് പതുങ്ങി പുറത്തു കടക്കാൻ നിന്നതും ആ പ്രാന്തി അത് കണ്ടു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല അല്ലേ? നിങ്ങളെ പോലെയുള്ള ആൾക്കാർ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മനുഷ്യര് തെറ്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഈ ജീവികളെയൊക്കെ ദൈവം തുറന്നു വിട്ടതാണ്. ഈ ശിക്ഷ മാറി എല്ലാം ശരിയാകാൻ നമ്മൾ ദൈവത്തിന് ബലി കൊടുക്കണം. നിന്റെ മകനെയാണ് ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ കുരച്ചിട്ട് ബില്ലിയെ പിടികൂടാൻ അവള് കൽപ്പിച്ചു. ഉടനെ അടിമകളെല്ലാം കൂടെ ഡേവിഡിനെയും സംഘത്തിനെയും ആക്രമിക്കാൻ തുടങ്ങി. അവരെ എതിർക്കാൻ ഡേവിഡും കൂട്ടരും പരമാവധി ശ്രമിച്ചു. അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഓലി വളരെ വലിയൊരു പുണ്യ പ്രവൃത്തി ചെയ്തു. അവൻ ആ പ്രാന്തിയുടെ വയറ്റിലും പിന്നെ അവളുടെ തലമണ്ടയിലും ടപയെന്ന് വെടിവെച്ചു. അതും കൃത്യമായിട്ട് നെറ്റിയുടെ സെൻട്രൽ തന്നെ വെടിവെച്ചു. ഭയങ്കര ഉന്നമായിരുന്നു. അവള് പൊട്ടുവെച്ചാൽ പോലും ഇത്രയും പെർഫെക്റ്റ് സെൻട്രൽ ആകത്തില്ല.
ഒരു കൊച്ചുകുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞവള് ചത്തു വീഴുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. ആദ്യമേ ഇതങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. എനിവേ, അങ്ങനെ അവളെ കൊല്ലുന്നത് കണ്ടതും അവളുടെ അടിമകളൊക്കെ ഷോക്കായി പോയി. ആ തക്കം നോക്കി ഡേവിഡും കൂട്ടരും പുറത്തിറങ്ങി. പുറത്ത് മുന്നിലുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത തരത്തിൽ മഞ്ഞാണ്. എല്ലാവരും വേഗം ഡേവിഡിന്റെ കാർ നോക്കി ഓടി. അതിനിടയിൽ വോലിയെ ഒരു വലിയ ജീവി വന്ന് പിടിച്ചു കൊന്നുകളഞ്ഞു. അതുകണ്ട് എല്ലാവരും ഭയന്ന് പല വഴിക്ക് ഓടി. രണ്ടുപേരെ കുറെ ചിലന്തികൾ പിടിച്ചു തിന്നു. മാനേജറാണെങ്കിൽ പേടിച്ച് വഴി തെറ്റി നേരെ തിരിച്ച് സ്റ്റോറിലേക്ക് തന്നെ പോയി. അങ്ങനെ അവസാനം കാറിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ആകെ 5 പേരെ ബാക്കിയുള്ളൂ. ഡേവിഡും അവന്റെ മോനും അമേന്റെയും പിന്നെ ആദ്യം പരിചയപ്പെട്ട 2 ടീച്ചേഴ്സും. അവര് ബാക്കിയുള്ളവർക്ക് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കാരണം മൊത്തം മഞ്ഞായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചെന്ന് അവര് കണ്ടില്ല. ആകെ വോലിയെ പിടിക്കുന്നത് മാത്രമേ ഇവര് കണ്ടുള്ളൂ. അപ്പോഴാണ് കാറിന്റെ പുറത്ത് വോലിയുടെ തോക്ക് കിടക്കുന്നത് കണ്ടേ. അതെടുക്കാൻ വേണ്ടി അവൻ പുറത്തിറങ്ങിയതും ഒരു ചിലന്തി അവനെ പിടിക്കാൻ ഓടി വന്നു. അവൻ വേഗം തോക്കെടുത്തിട്ട് അകത്ത് കയറി. ആ ചിലന്തി ഓടി വന്ന് കാറിന്റെ ഗ്ലാസ്സിൽ ഇടിച്ചിട്ട് പോയി. ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത്രയും നേരമായിട്ടും കാണാത്തത് കൊണ്ട് എന്തായാലും ബാക്കിയുള്ളവരെയൊക്കെ ജീവികൾ പിടിച്ചു കാണുമെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാതെ അവരവിടുന്ന് പോയി. സ്റ്റോറിലുള്ളവരൊക്കെ അത് കണ്ട് കൗതുകത്തോടെ നോക്കി നിന്നു. അവിടുന്ന് നേരെ അവരാദ്യം പോയത് ഡേവിഡിന്റെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോ അവന്റെ ഭാര്യ മരിച്ചു കിടക്കുകയായിരുന്നു. നേരത്തെ ഫാർമസിയിൽ കണ്ടതുപോലെ ചിലന്തികൾ അവളെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കണ്ട് ഡേവിഡിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഭാഗ്യത്തിന് ആ സമയത്ത് ബില്ലി നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് അവന്റെ അമ്മ മരിച്ചു കിടക്കുന്ന കാഴ്ച അവന് കാണേണ്ടി വന്നില്ല. ശേഷം അവര് വീണ്ടും യാത്രയായി. എവിടെയെങ്കിലും ഈ മഞ്ഞ് അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവര് പോകുന്നത്. പോകുന്ന വഴിക്ക് വാഹനങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾക്കുള്ളിലാണെങ്കിൽ ആൾക്കാരെയൊക്കെ വലയിൽ പൊതിഞ്ഞിട്ടുമുണ്ട്. കുറെ ദൂരം പോയപ്പോ ഒരു വലിയ മോൺസ്റ്റർ കുറുകെ കടന്നു പോകുന്നത് കണ്ടു. ഗോഡ്സില്ലയുടെ വലിപ്പമുള്ള, മേ ബി അതിനേക്കാൾ വലിപ്പമുള്ള ഒരു ഗംഭീരമായ മോൺസ്റ്റർ. അതിനെ അവര് അത്ഭുതത്തോടെ നോക്കി നിന്നു. അത് ഓരോ അടി എടുത്തു വയ്ക്കുമ്പോഴും ആ പ്രദേശം മുഴുവൻ കുലുങ്ങുകയാണ്. ശേഷം അവര് വീണ്ടും യാത്രയായി. പോയി 100 കണക്കിന് കിലോമീറ്ററുകളോളം ദൂരമെത്തി. അവസാനം ഒരിടത്തെത്തിയപ്പോൾ ഫ്യൂൽ തീർന്നുപോയി. ഇനി നമുക്ക് രക്ഷയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇത്രയും ദൂരം മഞ്ഞ് മൂടിയെങ്കിൽ തീർച്ചയായും ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കാണുമെന്ന് അവര് കരുതി. അത് മാത്രമല്ല, അകലെ നിന്നും കുറെ മോൺസ്റ്റേഴ്സ് വരുന്ന ശബ്ദവും കേൾക്കാം. എന്നാ പിന്നെ മോൺസ്റ്റേഴ്സിന്റെ കൈകൊണ്ട് ക്രൂരമായിട്ട് ചാകുന്നതിനേക്കാളും അങ്ങ് സ്വയം വെടിവെച്ച് ചാകുന്നത് തന്നെയാണ് നല്ലതെന്ന് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ നേരത്തെ എടുത്തു വെച്ച തോക്കുകൊണ്ട് ഡേവിഡ് അവന്റെ മകനെ ഉൾപ്പെടെ ബാക്കി 4 പേരെയും കൊന്നുകളഞ്ഞു. പക്ഷെ അവസാനം അവൻ സ്വയം വെടിവെക്കാൻ വേണ്ടി ട്രിഗർ വലിച്ചിട്ട് വെടി പൊട്ടുന്നില്ല. സംഭവം ബുള്ളറ്റ് തീർന്നിരിക്കുകയാണ്. എന്നാ പിന്നെ എന്റെ ഭാര്യയെ കൊന്നതുപോലെ ഈ ജീവികൾ തന്നെ എന്നെയും കൊല്ലട്ടെ എന്ന് വിചാരിച്ച് അവൻ പുറത്തിറങ്ങി നിന്ന് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെയോ ജീവികൾ അടുത്തോട്ട് വരുന്ന ശബ്ദം കേട്ടു. അത് മോൺസ്റ്റേഴ്സ് ആണെന്ന് അവന് മനസ്സിലായി. എന്നാൽ നോക്കിയപ്പോ അത് മിലിറ്ററിക്കാരാണ്. അവര് തീയൊക്കെ കൊണ്ടുവന്ന് പ്രാണികളെയും മോൺസ്റ്റേഴ്സിനെയും എല്ലാം നശിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല, ഒരുപാട് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ടതും ഡേവിഡ് അവിടെ നിന്ന് അലറാൻ തുടങ്ങി. അവൻ അവന്റെ കൈ കൊണ്ട് തന്നെ സ്വന്തം മകനെ കൊന്നു. പക്ഷെ വെറും ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരെയും മിലിറ്ററി രക്ഷിക്കുമായിരുന്നു. അങ്ങനെ വലിയ വിഷമത്തോടെ സിനിമ അവസാനിക്കുകയാണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.